നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. നാളെ വന്നിട്ട് 3/3/2026. എല്ലാവർക്കും അറിയാം, നാളെ ചന്ദ്രഗ്രഹണമാണ്. നാളെ ആകാശത്ത് സംഭവിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം. ഈ വർഷത്തെ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം, ബ്ലഡ് മൂൺ. എന്താണ് ചന്ദ്രഗ്രഹണം എന്ന് വെച്ചാല് സൺ, എർത്ത്, മൂൺ, സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ ലൈനിൽ വരുന്നത്. ഈ ദിവസത്തില് ചന്ദ്രൻ വന്നിട്ട് റെഡ് കളറിൽ ചേഞ്ച് ആകുന്നതിനുള്ള റീസൺ എന്താ വെച്ചാല് സൂര്യനും ചന്ദ്രനും കുറുകെയായിട്ട് ഭൂമി വരുന്നതിനാല്. അപ്പോൾ വന്നിട്ട് സൺലൈറ്റ് നമ്മളുടെ എർത്തോടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബെൻഡായി ഇത് റെഡ് വേവ് ആകുന്നു. അപ്പോഴാണ് ഇത് നമ്മുടെ കണ്ണിന് മൂണ് റെഡായി മനസ്സിലാകുന്നത്. ശരിയാ? ഈ ചന്ദ്രഗ്രഹണം വന്നിട്ട് സാധാരണമായ ഒന്നല്ല. സ്റ്റാർട്ടിങ് ടു എൻഡിങ് പ്രപഞ്ചത്തിന്റെ ഊർജത്തില് മാറ്റങ്ങൾ വരും. ഇത് ബ്ലഡ് മൂൺ ആയതിനാല് ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് അഫക്റ്റ് ആകും. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത് അഫക്റ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗ്രഹണം ഏത് രാശിക്കാരെ ബാധിക്കുമെന്നാല് ഗ്രഹണം നടക്കുന്നത് ചിങ്ങം കന്നി രാശിയിലാണ്. സോ ലഗ്നവും രാശിക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഇത് അഫക്റ്റ് ആവുമെന്ന് ചോദിച്ചാല് മകം, പൂരം, ഉത്രം, പൂരാടം, ഭരണി, ഇത്രയും നക്ഷത്രക്കാര് നല്ലതായിട്ട് സൂക്ഷിച്ചോളുക. നിങ്ങള് ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിച്ച് മാക്സിമം വെളിയിൽ പോകാതിരിക്കാൻ ശ്രദ്ധിച്ചോളുക. ഒരു ചില പേർക്ക് ഗ്രഹണദോഷം ഉണ്ടാകുന്ന സമയത്ത് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആശയക്കുഴപ്പം ഉണ്ടാകാനും കാരണമാകും. ഭയപ്പെടേണ്ട. പ്രാർത്ഥന, മന്ത്രം ശരിയായ രീതിയിൽ നിങ്ങൾ ഇത് ചെയ്താൽ ഇതിൽ നിന്നും വെളിയിൽ വരാൻ പറ്റും. ഗ്രഹണ സമയം പറയാം. ടൈം വന്നിട്ട് പൗർണമി നാളില് 3:24 PM ടു 6:47 PM വരെയാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഇത് ഇന്ത്യയില് നന്നായിട്ട് അഫക്റ്റ് ആവും. അതർ കൺട്രീസ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ, ഇറാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, നോർത്ത് റഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലും ഇത് കാണപ്പെടും. ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാല് ഈ ദിവസം നിങ്ങൾ ഇതേ സമയത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കഴിക്കാനും പാടില്ല. ഭക്ഷണം പാകം ചെയ്യുന്നവര് നേരത്തെ പാകം ചെയ്ത്, അതായത് 1 മണിക്കൂർ മുന്നേ, ഗ്രഹണം നടക്കുന്നതിന് 1 മണിക്കൂറിന് മുന്നേ കഴിച്ചോളുക. അതല്ല വെച്ചാല് ഗ്രഹണത്തിന് ശേഷം 1 മണിക്കൂറിന് ശേഷം കഴിച്ചോളുക. വേറൊന്ന്, പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് അധികം ചെയ്യാതിരിക്കുക, അതായത് ബാക്കി വെക്കാതിരിക്കുക. ഇൻ കേസ് യഥാപത് ബാക്കി വന്നാൽ അതിൽ ദർഭപ്പുല്ല് നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചോളുക. എല്ലാത്തിലും കുറച്ച് ദർഭപ്പുല്ല് വെച്ചോളുക. പിന്നെ മാക്സിമം പുറത്തിറങ്ങാതിരിക്കാൻ നോക്കുക. അതും പ്രഗ്നന്റ് ലേഡീസ്, ഗർഭിണികള് പുറത്തിറങ്ങാനേ പാടില്ല. അതുപോലെ തന്നെ കുട്ടികളും. ജനല്, വാതില് എല്ലാം അടച്ചിട്ടോളുക. ഈ നേരത്ത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് ഒത്തിരി സെൻസിറ്റീവായി മാറും. അത് മാത്രമല്ല, ഈ ജോലിക്ക് പോകുന്നവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് പ്രോബ്ലം ഇല്ല. നിങ്ങൾ നന്നായിട്ട് മന്ത്രങ്ങളും ജപിച്ച് പ്രാർത്ഥനയിൽ ഇരുന്നോളുക. വേറൊന്ന്, നിങ്ങൾ കത്തി മാതിരി ഇങ്ങനെ മൂർച്ചയുള്ള സാധനങ്ങളൊന്നും, അതായത് സിസേഴ്സോ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ചില നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞുല്ലോ. ഇവര് വന്നിട്ട് ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലിക്കോളുക. മാത്രമല്ല, ഭദ്രകാളി ക്ഷേത്ര ദർശനം നല്ലതാണ്, ശിവക്ഷേത്ര ദർശനം നല്ലതാണ്. കൂടാതെ ഈ ഗ്രഹണ സമയത്ത് പിതൃതർപ്പണം നൽകുന്നത് നല്ലതാണ്. ശരിയാ? ഇനി വന്നിട്ട് നിങ്ങൾ ഗ്രഹണത്തിന് ശേഷം പരിഹാരം ചെയ്യാം. ശുദ്ധികലശം ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട് നന്നായിട്ട് ശുദ്ധം ചെയ്യുക. ശുദ്ധം ചെയ്യുക എന്ന് വെച്ചാല് വെള്ളത്തില്, ശുദ്ധജലത്തില് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 2-3 വേപ്പില ഇവയിട്ട് വീട് നന്നായിട്ട്
തളിച്ച് കഴുകുക. അത് കൃമികീടങ്ങൾ, ഇത് ഗ്രഹണം നടക്കുന്നതിൽ വരുന്ന എല്ലാ ദുർശക്തികളും വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നതിന് കാരണമാകും. എന്നതിന് ശേഷം നിങ്ങൾ ഉടുത്തിരിക്കുന്ന, ഇപ്പൊ ഏത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് അതേ ഡ്രസ്സിൽ കുളിച്ച് ശുദ്ധമാവുക. ദെൻ നിങ്ങൾ അരി, കറുത്ത എള്ള് എന്നിവ ദാനം കൊടുക്കുന്നതും നല്ലതാണ്. നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അത് അടിമുടിയെ പോയി കിട്ടും. ഫൈനലായിട്ട് പ്രാർത്ഥന. അതായത് സാധാരണ ദിവസം നമ്മൾ മന്ത്രം ജപിക്കുന്നതിനേക്കാളും നാളെ, അതായത് ഈ ബ്ലഡ് മൂൺ ഡേയിൽ നിങ്ങൾ മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് ഒത്തിരി പവർഫുൾ ആയത്. ഇത് വന്നിട്ട് മന്ത്രസിദ്ധി ലഭിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ട് ആചാര്യന്മാർ വരെ കണ്ടുവരുന്നത്. ഈ ഗ്രഹണ സമയത്ത് ദേവീ ഉപാസന എന്ന് പറയുന്നത് അതീവ പ്രയോജനപ്പെടുത്തും എന്നതാണ് സത്യം. ഗ്രഹണം ചന്ദ്രനെ ബാധിക്കുന്നതില് മനസ്സിന്റെ അസ്വസ്ഥതകള് നമുക്ക് മാറാനായിട്ട് ഓം ഹ്രീം ദുർഗായൈ നമഃ ഈ മന്ത്രം നിങ്ങൾ മാക്സിമം ചൊല്ലിക്കൊള്ളുക. പിന്നെ ഭദ്രകാളി മന്ത്രം ജപിക്കുന്നത്, ലളിത സഹസ്രനാമം ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ദോഷങ്ങൾ മാറിക്കിട്ടാൻ വളരെ നല്ലത്. ഇത് ദോഷമുള്ള നക്ഷത്രക്കാരും ചെയ്യാം, എല്ലാവരും ഇത് ജപിക്കാവുന്നതാണ്. ഗ്രഹണം സ്റ്റാർട്ട് ആകുന്നത് മുതൽ അത് കഴിയുന്നത് വരെ ശുദ്ധിയോടെ ജപിക്കുന്ന മന്ത്രങ്ങള് നിങ്ങളുടെ വരാനിരിക്കുന്ന ഫ്യൂച്ചർ നല്ലതാക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്, എന്നാണ് വിശ്വസിക്കുന്നത്. ഈ സമയം നിങ്ങൾ വെറുതെ കളയാതെ നിങ്ങൾ പ്രപഞ്ച ശക്തിയുമായി മനസ്സിനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. ശരിയാ? അപ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കുക. രാശി നക്ഷത്രവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ നക്ഷത്രക്കാർ സൂക്ഷിക്കുക. ദെൻ ഭക്ഷണമൊന്നും കഴിക്കരുത്. ഭക്ഷണം പാകം ചെയ്യാനും പാടില്ല. അഥവാ നേരത്തെ ഭക്ഷണം പാകം ചെയ്തതിൽ കുറച്ചെങ്കിലും അധികം ഉണ്ടെങ്കിലും അതിൽ ദർഭപ്പുല്ല് ചേർത്ത് വെച്ചോളുക. ദെൻ നൈറ്റ് നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം മാക്സിമം പാചകം ചെയ്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് അസുഖമുള്ളവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. നോർമലി ഉള്ളവർ നിങ്ങൾ പാചകം ചെയ്യാത്ത ഫുഡ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് കഴിച്ചോളുക. ഫ്രൂട്ട്സ്, അങ്ങനെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിച്ചോളുക. ഇത് പറ്റുന്നവർക്ക് മാത്രം. പിന്നെ ഗർഭിണികൾ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. സോ എല്ലാവരും ഫോളോ ചെയ്തോളുക. നാളത്തെ ദിവസം ആരും മിസ്സാക്കരുത്. അറിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലുള്ള തെറ്റിലേക്കും പോയി വീഴരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല വീഡിയോ ഒന്ന് നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.